بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. സഹോദരന്മാരെ, സഹോദരികളെ, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പരിമിതമായ ഒരു സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിർവഹിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് എനിക്ക് ഉള്ളത്. ഹദീസ് നിഷേധത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഖവാരിജുകളിൽ നിന്നാണ്. ഖവാരിജുകളിലൂടെ അത് കടന്നു വന്ന് ഷിയാക്കൾ, ഖദരിയാക്കൾ, മുർജിയ, ജഹ്മിയ, മുഅ്തസില പോലെയുള്ള അവാന്തര വിഭാഗങ്ങളാണ് ഈ ഹദീസ് നിഷേധത്തിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിങ്ങനെ കടന്നു വന്ന് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഏറെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം ഒരർത്ഥത്തിൽ ഹദീസ് നിഷേധിയാണ്. കേരളക്കരയിൽ ഈ ഒരു വിഷത്തിന് വിത്തുപാകിയത് സി എൻ മൗലവിയും തുടർന്ന് ചേകനൂരുമാണ്. പിന്നീടത് അതിന് വളരെ സംഘടിതമായൊരു രൂപവും ഒറ്റക്കെട്ടായി പല ഹദീസുകളെയും നിഷേധിക്കുന്ന ഒരു പ്രവണതയും തുടങ്ങിയത് യഥാർത്ഥത്തിൽ മടവൂരികളാണ്. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് നവമടവൂരികളിലാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എക്കാലത്തും കയറിപ്പിടിച്ചിട്ടുള്ള ഒന്നാണ് ഹദീസ്. കാരണം ഹദീസിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ പ്രായോഗികമായ വശം ഇവിടെ നിലനിൽക്കില്ല, ഇസ്ലാം അപ്രായോഗികമാണ് എന്ന് വരും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങളും നടപടിക്രമങ്ങളും
ശരിക്കും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഹദീസിനെ കയറിപ്പിടിക്കുകയും ആ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളും സംശയങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. കാരണം ഒരു മുസ്ലിമിൻ്റെ ജീവിതം രൂപപ്പെടുന്നത് അതവൻ്റെ വിശ്വാസകാര്യമായിരുന്നാലും ശരി, അനുഷ്ഠാന കാര്യമായിരുന്നാലും ശരി, അവൻ്റെ ഇടപെടലുകളും സ്വഭാവ രൂപീകരണവും ക്രയവിക്രയവുമായി അവൻ്റെ ജീവിതത്തെ മുച്ചൂടും ചുഴിഞ്ഞു നിൽക്കുന്ന ഏതൊരു വിഷയവും അതിന് ഹദീസുമായി അഗാധമായ ബന്ധമുണ്ട്. അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഒരു നിലക്കും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ആയുധം കൊണ്ട് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ നൂറ്റാണ്ടുകൾ ഇസ്ലാമിനെ ഈ ലോകത്തുനിന്ന് തുടച്ചുമാറ്റാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ പാടുപെട്ടധ്വാനിച്ച കുരിശുയോദ്ധാക്കൾ അവർക്കെല്ലാം ബോധ്യപ്പെട്ടു ഈ രീതിയിൽ മുസ്ലിങ്ങളെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുവാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഹദീസിനെ സംബന്ധിച്ച് ഗുരുതരമായ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ അവർ ഒരുക്കുകയായിരുന്നു. അതാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഈ ഹദീസിനെ കുറിച്ച് വളരെയധികം മോശമായ രീതിയിൽ, അതിനെക്കുറിച്ച് തെറ്റായ രീതിയിലും ഹദീസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ചേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ അവർ പാടുപെട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ഈ വസ്തുത നമ്മുടെ പൗരാണിക പണ്ഡിതന്മാർ നേരത്തെ കാണുകയും അതുകൊണ്ട് ഹദീസിന് നേരെ വരുന്ന വിമർശനങ്ങളെയും നിരൂപണങ്ങളെയുമെല്ലാം വളരെ ഗൗരവത്തിലെടുത്ത് അതിശക്തമായ പ്രതിരോധം അവർ തീർത്തിട്ടുണ്ട്. മഹാനായ ഇമാം ബർബഹാരി റഹിമഹുള്ളയുടെ ഭൂവന പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, ശറഹുസുന്ന. ആ ശറഹുസുന്നയിൽ അദ്ദേഹം പറഞ്ഞു, യഅലമു അന്നൽ ഇസ്ലാമ ഹുവ സുന്ന വസ്സുന്നതു ഹിയൽ ഇസ്ലാം വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ. ഇസ്ലാം എന്ന് പറയുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുന്നത്താണ്. ഇസ്ലാം വേറെ, സുന്നത്ത് വേറെ അല്ല. അത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഒരിക്കലും സന്ധിക്കാൻ കഴിയാത്ത വിധം രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സന്ദേശമല്ല ഇസ്ലാമും സുന്നത്തും. മറിച്ച് അത് രണ്ടും ഒന്നാണ്. വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം. സുന്നത്ത് അത് തന്നെയാണ് ഇസ്ലാം, ഇസ്ലാം അത് തന്നെയാണ് സുന്നത്ത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം വളരെ കൃത്യമായി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ. രണ്ടാൽ ഒന്ന്, അഥവാ സുന്നത്തില്ലാതെ ഇസ്ലാമിനോ ഇസ്ലാമില്ലാതെ സുന്നത്തിനോ നിലനിൽക്കുവാൻ സാധ്യമല്ല. രണ്ടും പരസ്പര പൂരകമാണ്. സുന്നത്തിനെയും ഇസ്ലാമിനെയും വേർതിരിക്കുക സാധ്യമല്ലെന്നും അവ പരസ്പരം പൂരകമാണ് എന്നുമാണ് ഇമാം ബർബഹാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശറഹുസുന്നയുടെ തുടക്കത്തിൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വാചകം അദ്ദേഹത്തിൻ്റെ കേവലമായ ഒരു പ്രസ്താവനയല്ല, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ മുഖപുര കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേർക്കുനേരെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല ഹദീസ് നിഷേധികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമുണ്ട്. ശരിയായ ദീൻ പഠിക്കുകയും സുന്നത്തനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ ഈ ലോകത്ത് ഇല്ലാതെ പോയാൽ ലഖതബത്തി സനാദിഖത്തു അലൽ മനാബിർ,
അങ്ങനെ ഒരു കാലം വന്നാൽ നിരീശ്വരവാദികൾ മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിക്കുന്ന സാഹചര്യമുണ്ടാകും എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പല ഖുത്ബകളും ചിലപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ട ഖുത്ബകളും സംസാരങ്ങളും അതിനെ സാധാരണക്കാർക്കിടയിലിട്ട് പരിഹസിക്കുകയും ഉസ്വാസുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ. മിമ്പർ എന്ന് പറയുന്നത് ആളുകളെ ദീൻ പഠിപ്പിക്കാനുള്ള ഒരു വേദിയാണ്. ആളുകൾക്ക് തശ്വീഷ് ഉണ്ടാക്കാനുള്ള വേദിയല്ല. മിമ്പറിൽ നിന്ന് കേൾക്കേണ്ടത് ആയത്തുകളാണ്, ഹദീസുകളാണ്. അതായിരുന്നല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഈ ഒരു കാര്യം മറന്നു പോകുകയോ അതല്ലെങ്കിൽ അത് ജനങ്ങളോട് പറയാൻ, അഥവാ ചില ഹദീസുകൾ ജനങ്ങളോട് പറയാനുള്ള മടി കാരണം, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കാരണം, അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഉന്നതമായ വലിയ ബുദ്ധി ഉള്ള ഉന്നതമായ ബുദ്ധി നിലവാരമുള്ളവരാണ് എന്ന് സ്വയം തോന്നുന്നതിൻ്റെയും ഫലമാണ്. തോന്നുകയാണ് നമ്മൾ വളരെ വലിയ ബുദ്ധിമാന്മാരാണ്, അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഹദീസുകൾ തിരസ്കരിക്കേണ്ടതാണ്, അതൊന്നും ജനങ്ങളോട് പറയാൻ പറ്റില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സജീവമായി പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്നുണ്ട് എന്നതെല്ലാവർക്കും അറിയാം. പ്രത്യേകമായി സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ആ ഹദീസുകളെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ വിശദമായി ഇവിടെ പറയാനുള്ളത്. മറ്റ് ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് സംസാരിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള നമ്മുടെ മടവൂരി സുഹൃത്തുക്കൾ എഴുതിയ ഒരു ലഘുലേഖയാണ്. ഈ ലഘുലേഖയിൽ അവർ പറയുന്നത്, യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതനും സ്വഹീഹായ മുഴുവൻ ഹദീസുകളും സ്വീകരിച്ചിട്ടില്ല. എല്ലാ സ്വഹീഹായ ഹദീസുകളും സ്വീകരിച്ച മുസ്ലിം പണ്ഡിതന്മാരെ നമുക്ക് കാണുക സാധ്യമല്ല. ചില സ്വഹീഹായ ഹദീസുകളെല്ലാം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ തിരസ്കരിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഹദീസ് സ്വഹീഹാകാത്തത് കൊണ്ടല്ല, ഹദീസിൻ്റെ ന്യൂനതക്ക്, ഹദീസിൻ്റെ സിഹ്ഹത്തിന് യാതൊരു തകരാറുമില്ല, അതിൻ്റെ മത്തിന്, അതിലെ ആശയത്തിന് ഒരു തകരാറുമില്ല. എന്നിട്ടും മുസ്ലിം പണ്ഡിതന്മാർ ചില ഹദീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ലോകത്ത് കടന്നുപോയ സകലമാന മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ചുമുള്ള അതിശക്തമായ ദുരാരോപണമാണ് ഈ ലഘുലേഖയിൽ നമ്മൾ കാണുന്നത്. അതിനവർ ഇതിൽ ഉദാഹരണവും നിരത്തിയിട്ടുണ്ട്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് കൂടെയാണ്. അതുകൊണ്ട് ഞാൻ അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഉദാഹരണമായി മദീനയിൽ അവർ ഉദാഹരണം കൊടുക്കുകയാണ്. എന്തിനു ഉദാഹരണം? ഹദീസ് സഹീഹാണ്, അതിന് യാതൊരു തകരാറുമില്ല, എന്നിട്ടും മുസ്ലിം പണ്ഡിതന്മാർ സ്വീകരിക്കാതെ മാറ്റിവെച്ച ഹദീസിന് ഉദാഹരണമായി അവർ കൊടുക്കുന്നത്, സ്വീകാര്യതയുടെ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് ഇങ്ങനെ ഉദാഹരണത്തിന് മദീനയിലെ 7 അജ്വ ഈത്തപ്പഴം കഴിച്ചവന് ഒരു വിഷബാധയും ഏൽക്കില്ല എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഉദാഹരണം. എന്തിനുദാഹരണം? സ്വഹീഹായ ഹദീസാണ്, യാതൊരു തകരാറുമില്ല, പക്ഷേ മുസ്ലിം പണ്ഡിതന്മാർ അത് സ്വീകരിച്ചിട്ടില്ല. അതിന് ഉദാഹരണം ഈ ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അവർ തന്നെ എഴുതുന്നു, സ്വീകാര്യതയുടെ കാര്യത്തിൽ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത ഹദീസ്. അവർ തന്നെ എഴുതുക, സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, സ്വീകരിക്കാൻ പറ്റിയ ഹദീസ് തന്നെയാണ്, പക്ഷേ നമുക്ക് വേണ്ട എന്നാണ്. എന്നിട്ട് ഒരു ഹിമാലയൻ വെല്ലുവിളിയുണ്ട് ഇതിൽ. ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവരെ നാം വെല്ലുവിളിക്കുന്നു. ഇവരെ എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വീകരിക്കുന്ന നമ്മെ പോലെയുള്ള ആളുകളെ വെല്ലുവിളിക്കണം. എന്താ വെല്ലുവിളി?
മദീനയിലെ 7 ഈത്തപ്പഴം തിന്ന ശേഷം, മദീനയിലെ ചില ആളുകൾ പറയുന്നത്, ചില മടവൂരി സുഹൃത്തുക്കൾ അവിടെ പ്രസംഗത്തിൽ കേൾക്കാം, 7 അജ്വാകാരക്ക് ഒരു കയ്യിലും തരും, മറുകൈയിൽ സയനൈഡും തരും. എന്നിട്ട് 7 കാരക്ക് തിന്ന ശേഷം സയനൈഡ് കഴിക്കാൻ ധൈര്യമുണ്ടോ? ഇതാ വെല്ലുവിളി. അവർ ഇതിലെഴുതിയാൽ നിഷേധിക്കാൻ കഴിയില്ല, എഴുതിയതാണിതിൽ. ഈ ഹദീസുകൾ അനുസരിച്ച് ഇവരെ നാം വെല്ലുവിളിക്കുന്നു. മദീനയിലെ 7 ഈത്തപ്പഴം തിന്ന ശേഷം സയനൈഡ് കഴിക്കാൻ ഇവർക്കാകുമോ? ഇല്ലെങ്കിൽ ഹദീസിന്റെ പേരിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കൽ നിർത്തിക്കൂടെ എന്നാണ്. വെല്ലുവിളിയാണ്. എന്താ വസ്തുത? ഹദീസ് ഇവർ പറഞ്ഞതുപോലെ ഒരു തകരാറുമില്ല, ഒരു കുഴപ്പവും ഹദീസിലില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്ന് പ്രായോഗികമായി തെളിയിച്ച ശേഷമേ സ്വീകരിക്കേണ്ടതുള്ളൂ. അങ്ങനൊരു നിലപാട് മുസ്ലിം ലോകത്തിന് പരിചയമില്ല. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ രേഖപ്പെടുത്തിയ ഹദീസാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, നിങ്ങൾ 7 കാരക്ക് തിന്ന. ഏത് കാരക്ക്? അജ്വാ കാരക്ക് 7 തിന്ന. എന്നിട്ട് നിങ്ങൾ സയനൈഡും കഴിക്കുക, അല്ലെങ്കിൽ തത്തുല്യമായ വിഷമുള്ള എന്തെങ്കിലും കഴിക്കുക. എന്നാൽ നിങ്ങളെ വിഷം ബാധിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പോകട്ടെ, അതെല്ലാം പോകട്ടെ. വിശുദ്ധ ഖുർആനിൽ നിലവിൽ ഇവർക്ക് സംശയമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ തേനിൽ ശിഫയുണ്ട് എന്ന്. ഇതേ വെല്ലുവിളി തിരിച്ചു ചോദിച്ചാലോ? തേൻ കഴിക്കുക, കുറച്ച് തേൻ കഴിക്കുക, ഒരു കുപ്പിയിൽ കുറച്ച് സയനൈഡും തരാം. എന്നിട്ട് നിങ്ങൾക്ക് തേൻ കഴിച്ച ശേഷം സയനൈഡ് കഴിക്കാൻ ധൈര്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ല. കാരണം അങ്ങനെയല്ല പ്രമാണങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ, ഈ രീതിയിലുള്ള ചോദ്യം ഒരാൾ ചോദിച്ചാൽ അതിനെന്താണ് നിങ്ങൾ മറുപടി പറയുക എന്ന് നിങ്ങൾ വിസികൾ ആലോചിക്കുന്നത് നല്ലതാണ് എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇങ്ങനെ ഓരോ ഹദീസുകളും ആയത്തുകളും പ്രായോഗിക ജീവിതത്തിൽ തെളിഞ്ഞെങ്കിലേ അത് സ്വഹീഹാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാത്തതൊക്കെ നിങ്ങൾ തട്ടിക്കളയും, ഞങ്ങളുടെ ബുദ്ധിക്കത് എതിരാണ് എന്ന്. ഈ ഹദീസ് ലോകത്ത് കടന്നുപോയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ, അവരെ ബുദ്ധിക്കൊന്നും ഇത് എതിരായിട്ടില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ല നിങ്ങളുടെ വാദപ്രകാരം മന്ദബുദ്ധിക്കാരനാ? ഇമാം മുസ്ലിമിന് ബുദ്ധിയില്ല, ഇമാം ബുഖാരിക്ക് ബുദ്ധിയില്ല. ലോകത്ത് കടന്നുപോയ ഏത് ഹദീസ് പണ്ഡിതനാണ് ഈ ദുർന്യായം പറഞ്ഞ് ഈ ഹദീസിനെ തിരസ്കരിച്ചിട്ടുള്ളത്? ആരുമില്ല, എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ്. അതേപോലെ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അവർ നിഷേധിക്കുന്നു. സിഹറുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ അവർ നിഷേധിക്കുന്നതായി നമുക്ക് കാണാം. അത് വിശദമായി ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം നമുക്ക് പറയാം. സഹോദരന്മാരെ, സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ആ ഹദീസുകളെ പല ദുർന്യായവും പറഞ്ഞ് അത് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന ശക്തമായ പ്രചാരണം ഇവിടെയും നാട്ടിലും വർഷങ്ങളായി നടന്നു വരുന്നതാണ്. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മാത്രമാണ് ഇവർ സ്വീകരിക്കാത്തത് എന്ന് നിങ്ങൾ ധരിക്കണ്ട. എത്രയോ ഹദീസുകൾ നിഷ്കരുണം തള്ളിക്കളയുന്നുണ്ട്. മുത്തവാത്തിറായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇവർ സ്വീകരിക്കുന്നില്ല. അതുപോലെ തിങ്കളാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ നുസൂൽ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇങ്ങനെ പരശതം ഹദീസുകളെ നിഷ്കരുണം തള്ളുന്നവരാണ് ഇവർ. ഒരു സിഹറുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത്, അതൊരു ഉദാഹരണം മാത്രമാണ്. ഞാൻ ഇന്ന് സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകളുമായി
ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ ഇതിൻ്റെ മേഖല വളരെ വിശാലമാണ്. ആ വിശാലമായ മേഖലയിലേക്ക് പോകാൻ ഈ പരിമിതമായ സമയം മതിയാവില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിഹിറിനെ കുറിച്ച് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത്, സിഹിർ എന്ന് പറയുന്നത് അത് വെറും തോന്നിപ്പിക്കൽ മാത്രമാണ്, വെറും തോന്നൽ മാത്രമാണ്. അതിന് യാഥാർത്ഥ്യമില്ല. സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നാണ് അവരുടെ ഒന്നാമതായി അവർ പറയുന്ന കാര്യം. എന്നല്ല, സിഹിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രമല്ല സിഹിറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് സൗകര്യപൂർവം അവർ മറന്നു പോകുകയാണ്. ഞാൻ നിങ്ങളുടെ വിശദമായ പഠനത്തിന് വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കാം. സൂറ അൽ ബഖറയിലെ 101-ാമത്തെ ആയത്തിൽ സിഹിറുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ 8ഓളം സിഹിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. 8 തരം സിഹിറുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിഹിറിൽ ഒരു ഭാഗം മാത്രമാണ് ഇവർ പറയാറുള്ളത്. സൂറത്ത് ബഖറയിലെ 102-ാമത്തെ വചനമാണ്. അതിലെ ഒരു ഭാഗം മാത്രമാണ് ഇവർ ആളുകളോട് പറയാറുള്ളത്. ആളുകൾക്ക് തോന്നലുണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യം. അതല്ലാത്ത 7 ഇനങ്ങൾ വേറെയുമുണ്ട്. അത് സൗകര്യപൂർവ്വം മറന്നു പോകുകയാണ്. അത് വൈജ്ഞാനികമായ വഞ്ചനയാണ് എന്ന് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എന്താണ് യഥാർത്ഥത്തിൽ സിഹിർ എന്ന് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ പദങ്ങൾക്ക് അർത്ഥം പറയുന്ന, വിശുദ്ധ ഖുർആനിലെ പദങ്ങളുടെ അർത്ഥം പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡിക്ഷണറി ഉണ്ട്. എല്ലാവർക്കും അറിയാം, അൽ മുഫറദാത്ത് എന്നാണ് അതിൻ്റെ പേര്. പ്രസ്തുത ഡിക്ഷണറിയിൽ സിഹിറിന് നൽകിയിട്ടുള്ള അർത്ഥം ഇങ്ങനെയാണ്. പല അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ ഒരർത്ഥം ഇങ്ങനെയാണ്: ഇസ്തിജ്ലാബു മുആവനത്തി ശൈത്വാനി ബിളർബിൻ മിനത്ത് തഖർറുബി ഇലൈ എന്നാണ്. ശൈത്വാന്റെ കഴിവ് ആർജിച്ചെടുക്കുക. ശൈത്വാനോട് ഏതെങ്കിലും വിധമുള്ള അടുപ്പത്തിലൂടെ ശൈത്വാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവനെ പ്രീതിപ്പെടുത്തി അവൻ്റെ കഴിവ് ആർജിച്ചെടുക്കുക വഴി ചെയ്യുന്ന കാര്യത്തിനാണ് സിഹിർ എന്ന് പറയുന്നത് എന്നാണ് മഹാനായ ഇസ്ഫഹാനി റഹിമഹുല്ല തൻ്റെ അൽ മുഫ്രദാത്ത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, ഖുർആനിൽ വന്ന പദങ്ങൾക്ക് അർത്ഥം പറയാൻ വേണ്ടി മാത്രമുള്ള ഡിക്ഷണറിയാണ്. അതിൽ പറയുന്ന നിർവചനമാണ്: ഏതെങ്കിലും മടവൂരി സുഹൃത്തുക്കളുടെ പ്രഭാഷണങ്ങളിലോ ഖുതുബകളിലോ അവരുടെ ലേഖനങ്ങളിലോ ഈ ഒരു നിർവചനം പറഞ്ഞതായി നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല. സൗകര്യപൂർവം അതവർ ഒഴിവാക്കാറാണ്. അങ്ങനെ ഒരു നിർവചനം മുഫ്രദാത്തിൽ ഇല്ല എന്നും അവർക്ക് പറയാൻ സാധ്യമല്ല, അതിനെ നിഷേധിക്കുവാൻ സാധ്യമല്ല. അതാണ് ഒന്നാമതായി അവർ നടത്തുന്ന വഞ്ചന. രണ്ടാമതായി അവർ പറയുന്നത്, സിഹിർ യാഥാർത്ഥ്യമല്ല എന്നതിനുള്ള തെളിവ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സിഹിറിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? മുസ്ലിം ലോകത്തെ അഹ്ലുസുന്നത്തിന്റെ മുൻകാല പണ്ഡിതന്മാരടക്കം ആധുനിക ലോകത്തുള്ള ഹദീദ് പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന കാര്യമാണ് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ: ذهب أهل السنة إلى أن السحر ثابت وله حقيقة وذهب عامة المعتزلة وأبو إسحاق إلى أن السحر لا حقيقة له. ഇമാം ഖുർത്തുബി റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ 2-ാം വോള്യം 46-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്: സിഹിറിന് സ്വാധീനമുണ്ടെന്നും അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്നും അത് യാഥാർത്ഥ്യമാണ് എന്നും മുസ്ലിം പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവർ യോജിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായം അതാണ്. എന്നിട്ട്
ഇമാം ഖുർത്തുബി റഹിമഹുല്ല തന്നെ പറഞ്ഞു, ഇതിനെ നിഷേധിക്കുന്നത് ആരാണ്? ഇതിനെ നിഷേധിക്കുന്നത് മുഅ്തസിലിയാക്കളാണ്. പ്രമാണങ്ങളെക്കാളേറെ ബുദ്ധിക്ക് ഊന്നൽ നൽകുന്ന മുഅ്തസിലിയാക്കളാണ് യഥാർത്ഥത്തിൽ സിഹ്റിനെ നിഷേധിക്കുന്നവർ എന്ന് മഹാനായ ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ ഖുർത്തുബി എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ തഫ്സീറാണ്. അഹ്ലുസുന്നയുടെ മറ്റൊരു തഫ്സീറാണ് ഇബ്നു കസീർ. ഇബ്നു കസീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞത് അജ്മഅ അഹ്ലുൽ ഇൽമി അലാ അന്ന ലിസ്സിഹ്രി തഅ്സീറൻ വഹഖീഖതൻ എന്നാണ്. തീർച്ചയായും സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്, അതിന് മനുഷ്യരിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ അഹ്ലുൽ ഇൽമിന്, പണ്ഡിതന്മാർക്ക് ഏകകണ്ഠമായ അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നതോ അത് യാഥാർത്ഥ്യമില്ല. അങ്ങനെ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ഈ ആളുകളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർ പറയുന്നു. അഥവാ മടവൂരികൾ പറയുന്നത് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് അവർക്ക് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സിഹ്ർ ചെയ്തിട്ട് അത് ഫലിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്തി തരണം. അതിനേറെ ആരെങ്കിലും തയ്യാറാവും? അതിൽ സിഹ്ർ ചെയ്ത ആള് ദീനെന്ന് പുറത്തു പോവും, കാഫിറായി പോവും. നമ്മൾ കാഫിറായിട്ട് വേണം ഇപ്പൊ അവർക്ക് സിഹ്റിന് യാഥാർത്ഥ്യം ഉണ്ടോ അല്ലേ എന്ന് ബോധ്യപ്പെടാൻ. അതാണ് അവരുടെ നിലപാട്. മാത്രമല്ല, ഈ വിഷയത്തിൽ വളരെ രസകരമായ പലതുണ്ട്, പിന്നീട് പറയാം. അവരുടെ വലിയ മുഹദ്ദിസായി കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ സലാം സുല്ലമി, അദ്ദേഹം പറയുന്നത് സിഹ്ർ ഒരാൾക്ക് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആള് ദീനെന്ന് പുറത്തു പോകുന്നതാണ്. സിഹ്ർ ഫലിക്കുന്ന ഒരാൾ വിശ്വസിച്ചാൽ ആള് മുശ്രിക്കായി പോകുന്നു. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ജിന്ന്, സിഹ്ർ, പിശാച്ച് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പ്രാസംഗികർ GPS എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ, സിഹ്ർ ഫലിക്കുമെന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ ദീനിന് തന്നെ പുറത്തു പോകും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ദീനിന് ആരൊക്കെ പുറത്തുപോയി? ഞാൻ നേരത്തെ പറഞ്ഞ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒന്നടങ്കം നരകത്തിലേക്ക്, ഒന്നടങ്കം മുശ്രിക്ക്. കാരണം എന്താ? അവരൊക്കെ സിഹ്ർ ഫലിക്കുന്നു വിശ്വസിക്കുന്നവരാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹം ശിർക്ക് ചെയ്താൾ. ഇമാം ബുഖാരി റഹിമഹുല്ല ശിർക്ക് ചെയ്താൾ. കാരണം അവരൊക്കെ വിശ്വാസം എന്താ? സിഹ്ർ ഫലിക്കുന്നതാണ്. ഒരു വേള സലാം സുല്ലമിയും ശിർക്കിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇയാളുടെ വാദം ദുർബല വിശ്വാസികൾക്ക് ബാധിക്കുമെന്നാണ്. അപ്പോഴും പോയില്ലേ, ദുർബല വിശ്വാസികൾക്ക് സിഹ്ർ ഫലിക്കുമെന്നാണ് സലാം സുല്ലമി പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ അദ്ദേഹവും ശിർക്കിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. ഇതാണ് വസ്തുത. ഇങ്ങനെയൊക്കെയാണ് വിഷയത്തെ അവർ കാണുന്നത്. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ഫലിച്ചു എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്നാമതായി ഈ സുഹൃത്തുക്കൾ പറയാറുള്ളത്, ഏതൊരു മടവൂരി കുട്ടിക്കും മനപ്പാടുള്ള ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതേതാ? വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. എല്ലാവർക്കും അറിയാം. എന്താണ്? അക്രമികൾ പറഞ്ഞു, നിങ്ങൾ സിഹ്ർ ബാധിതനായ ഒരാളെയാണ് പിൻപറ്റുന്നത് എന്ന്. അപ്പോൾ സിഹ്ർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ വാദം ശരിയാണ് എന്നല്ലേ വരിക? നിങ്ങൾ എൻ്റെ കൂടെ വരണമെങ്കിലേ വിഷയം മനസ്സിലാവുള്ളൂ. അഥവാ മുശ്രിക്കുകൾ പറയുന്നത്, വാലിമീങ്ങൾ പറയുന്നത്, അക്രമികളുടെ വാദം മുഹമ്മദ് നബിക്ക് സിഹ്ർ ഫലിച്ചിട്ടുണ്ട് എന്നാണ്. അതേ വാദം തന്നെയാണ് നമ്മളും പറയുന്നത്. അതുകൊണ്ട് ലാലിമീങ്ങളുടെ വാദമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. ലാലിമീങ്ങളും പറയുന്നു മുഹമ്മദ് നബിക്ക് സിഹ്ർ വലിച്ചിട്ടുണ്ട്, നിങ്ങളും പറയുന്നു മുഹമ്മദ് നബിക്ക് സിഹ്ർ വലിച്ചിട്ടുണ്ട്. പിന്നെന്താ വ്യത്യാസം? അതുകൊണ്ട് അത് ഖുർആനിനെതിരാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിക്ക് സിഹ്ർ വലിച്ചിട്ടില്ല, അത് ശത്രുക്കളുടെ വാദം നമ്മൾ പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് ഖുതുബയിലടക്കം പറഞ്ഞിട്ടുള്ളത്. ഖുതുബകളിൽ ആളുകളെ പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ? ഒന്നാമതായി സഹോദരങ്ങൾ പരിശോധിക്കുക. ഇതിന്റെ മുകളിലുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? ഈ ആയത്തിന്റെ തൊട്ടു മുകളിൽ എന്താ പറഞ്ഞത്? ശത്രുക്കളുടെ ആരോപണം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറഞ്ഞത്, ഇതെന്തൊരു പ്രവാചകൻ, ഈ പ്രവാചകൻ അങ്ങാടികളിലൂടെ നടക്കുന്നു,
ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബി അങ്ങാടിയിലൂടെ നടക്കാൻ പാടില്ല. അങ്ങാടികളിലൂടെ നടക്കാത്ത, ഭക്ഷണം കഴിക്കാത്ത ഒരു നബിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു പ്രവാചകൻ എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ശത്രുക്കളുടെ ആരോപണം നമ്മൾ ശരിവെക്കലാണ് എന്ന് വരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു നബിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഇവർ പറയേണ്ടി വരും. രണ്ടാമതായി, ഭക്ഷണം കഴിക്കുന്ന നബിയാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശത്രുക്കളുടെ വാദം നമ്മൾ അംഗീകരിക്കാതെ ഇരിക്കണമെങ്കിൽ മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. അതൊന്ന്. രണ്ടാമതായി, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഹദീസിൽ ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ആ സിഹിറും സൂറത്ത് ഫുർഖാനിൽ വന്ന ഈ സിഹിറും അത് രണ്ടും രണ്ടാണ്. അത് രണ്ടും ഒന്നല്ല. അത് രണ്ടും ഒന്നാണെന്ന് വരുമ്പോഴാണ് അത് ഖുർആനിനെതിരാണെന്ന് പറയാൻ പറ്റൂ. ശത്രുക്കളുടെ വാദം എന്താണ്? അവർ മസ്ഹൂർ എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ഇമാം ഷൗക്കാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു മജ്നൂൻ എന്നർത്ഥത്തിലാണ്. അഥവാ മുഹമ്മദ് നബി മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നർത്ഥത്തിലാണ് ഇവിടെ മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം ഷൗക്കാനി റഹിമഹുല്ല തന്റെ ഫത്ഹുൽ ഖദീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് നബി മജ്നൂനായിരുന്നു, ഭ്രാന്തനായിരുന്നു എന്ന് നമുക്ക് വിശ്വാസമില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് നമ്മൾ പറയുന്നത് അത് ഒരു നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല. ബുദ്ധിയെ ബാധിക്കുമ്പോഴാണ് അത് ഭ്രാന്തൻ എന്നൊക്കെ ഗണത്തിലേക്ക് പോകുന്നത്. ശത്രുക്കളുടെ വാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധി നശിച്ച ഭ്രാന്തനാണ്. ആ ഭ്രാന്തൻ പറയുന്ന കാര്യമാണോ നിങ്ങൾ അനുസരിക്കുന്നത്, അംഗീകരിക്കുന്നത് എന്നാണ്. ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ഉദ്ദേശം അതല്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഈ ആയത്ത് ഉദ്ധരിച്ച ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കതീർ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സാഹിർ എന്ന് പറയുന്നു, മസ്ഹൂർ എന്ന് പറയുന്നു, മജ്നൂൻ എന്ന് പറയുന്നു, കദ്ദാബ് എന്ന് പറയുന്നു, ഷായിർ എന്ന് പറയുന്നു. വകുല്ലു അഖ്വാലിൻ ബാത്തില, ഈ പറഞ്ഞ വാക്കുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനും അസത്യമാണ്, നിരർത്ഥകരമാണ്. കുല്ലു അഹദിൻ മിമ്മൻ ലഹു അദ്നാ ഫഹ്മിൻ വഅഖ്ലിൻ, നേരിയ ഗ്രാഹ്യശേഷിയും ബുദ്ധിയുമുള്ള ഒരാളും യഅരിഫു കദിബഹു വഇഫ്തിറാഅഹു ഫീ ദാലിക്, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഈ വിധത്തിലുള്ള ഭ്രാന്ത്, അല്ലെങ്കിൽ നബി കവിയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം പറയുന്ന ആളാണ് എന്ന് നേരിയ ബുദ്ധിയുള്ള ആരും പറയില്ല എന്നാണ് മഹാനായ ഇബ്നു കതീർ റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ ഇബ്നു കതീർ റഹിമഹുല്ല തന്നെ സൂറത്ത് ഫലക്കിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ച ഹദീസ് രേഖപ്പെടുത്തിയിട്ട് ആ ഹദീസ് അനുസരിച്ച് സൂറത്തുൽ ഫലക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. മടവൂരികൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസ് കൊണ്ടാണോ ഖുർആൻ വ്യാഖ്യാനിക്കാറ്? അല്ലേ? വിശുദ്ധ ഖുർആനിനെതിരായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണോ ഖുർആൻ വ്യാഖ്യാനിക്കാറ്? നിങ്ങളുടെ വാദപ്രകാരം ഈ ഹദീസ് വിശുദ്ധ ഖുർആനെതിരാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെതിരായ, വിശുദ്ധ ഖുർആനുമായി രാജിയാവാത്ത ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാനിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ പറയാൻ സാധിക്കുമോ? അതല്ല, ഒരിക്കലും അവർക്ക് പ്രത്യക്ഷത്തിൽ നിലവിൽ പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ അവർ പറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നല്ല, ഈ ഹദീസ് വിശുദ്ധ ഖുർആന് എതിരാണ് എന്ന് മഹാനായ ഇബ്നു കതീർ റഹിമഹുല്ല മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് ചേർക്കില്ലായിരുന്നു. വെറുമൊരു ഇബ്നു കതീർ മാത്രമല്ല, അഹ്ലുസുന്നയുടെ അറിയപ്പെട്ട സകലമാന തഫ്സീറുകളിലും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ സൂറത്തുൽ ഫലക്കിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഉദാഹരണമായി സാദുൽ മസീർ പരിശോധിക്കുക, ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ പരിശോധിക്കുക, ഇബ്നു ജരീർ പരിശോധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ പരിശോധിക്കുക. പോകട്ടെ, വെളിച്ചമെന്ന പേരിൽ അമാനി മൗലവിയുടെ ഗ്രന്ഥം തഫ്സീർ ഉപയോഗപ്പെടുത്തി ഇവിടെ പരീക്ഷ നടത്തുന്ന മടവൂരികളെ നിങ്ങളും ആലോചിക്കുക. നിങ്ങൾക്ക് എങ്ങനെ അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് വെളിച്ചം കിട്ടും? ഇങ്ങനെയുള്ള ഹദീസുകൾ പറയുന്ന ഗ്രന്ഥമാണല്ലോ അത്. അത് മുഴുവൻ വെളിച്ചമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇത്തരം മുഴുവൻ ഹദീസുകളും ഉൾക്കൊള്ളുന്ന അമാനി മൗലവിയുടെ തഫ്സീർ വെളിച്ചമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ ഹദീസുകളുള്ളതാണ്.
ഇങ്ങളുടെ ഹദീസുകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ്, അവിടെ പറയുന്ന ഹദീസ് ഒന്ന് വേറെ. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ശത്രുക്കൾ സിഹിർ ബാധിതൻ എന്ന് പറഞ്ഞത് മജ്നൂൻ എന്നർത്ഥത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ സകലമാന അഹ്ലുൽ ഹദീസിന്റെയും അഹ്ലുസ് സുന്നയുടെയും പണ്ഡിതന്മാർ ഏകകണ്ഠമായി, ഞാൻ നേരത്തെ ഉദ്ധരിച്ചതുപോലെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ലോകത്തുള്ള സകലമാന അഹ്ലുസ് സുന്നയുടെയും പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞ ഇമാം ഖുർത്തുബി അടക്കമുള്ള പണ്ഡിതന്മാർ അവരെല്ലാവരും ഈ ഹദീസ് ഒരിക്കലും വിശുദ്ധ ഖുർആനിലെ ഇവർ സാധാരണ ഉദ്ധരിക്കാറുള്ള ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് പറയുന്ന ആയത്തിന് എതിരാണ് എന്നവരാരും മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഇവർക്ക് തോന്നാണ് ഇത് ഖുർആൻ എതിരാണ്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? നമ്മൾ അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളാണ്, സാധുക്കളാണ്. നമ്മൾ പറയുന്നതിനെ മനസ്സിലാണില്ല കേട്ടോ, വലിയ ബുദ്ധിജീവികളാന്ന് പറഞ്ഞ ആൾക്ക്. നമ്മൾ ഈ പറയുന്ന പച്ച മലയാളം പോലും മനസ്സിലാണില്ല. മനസ്സിലാകണ ഈ പരിപാടി നിർത്തിപ്പോകൂലേ? സിഹിർ വലിച്ചു എന്നുള്ള വാദം വിശുദ്ധ ഖുർആൻ എതിരാണെന്ന ഈ വാദം എന്നോ നിർത്തിപ്പോണ്ടതാണ്. അപ്പൊ സാധുക്കൾക്ക് നമ്മൾ പറയുന്ന ഈ പച്ച മലയാളം തനി മലപ്പുറം ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാക്കാത്ത ആളുകളാണ്. ഇത് നമ്മളെ ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയില്ലാത്ത ആളാ തന്നെ. ഇമാം നസായി, അഹ്മദ്, മുസ്ലിം ആരാ സഹോദരന്മാരെ ഉദ്ധരിക്കാത്തത്? സർവ്വവിധ ജവാമികളിലുമുണ്ട്, മുസന്നഫാത്തുകളിലുണ്ട്, മുസ്നദുകളിലുണ്ട്, മുഅ്ജമാത്തുകളിലുണ്ട്. ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് ഇത് ഉദ്ധരിക്കാത്തത്? എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ബുദ്ധിയില്ല. കേരളത്തിലുള്ള ഞങ്ങൾ കുറച്ചാളുകൾക്കാണ് ബുദ്ധിയുള്ളത്. ലോകം മുഴുവനും ഇതിനെ തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാ പറയുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ മർക്കസുദ്ദേവയാണോ? നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു മർക്കസുദ്ദേവയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ ഒരു ലോകമാണോ യഥാർത്ഥ ലോകം എന്ന് ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ വസ്തുത ഒന്നതാണ്. രണ്ടാമതായി, വിശദമായി ഇവിടെ പറയാൻ സമയമില്ല, രണ്ടാമതായി ഈ ഹദീസിനെ കുറിച്ച് ഇവർ സാധാരണ പറയാറുള്ളത് എന്താണെന്ന് നിങ്ങൾ ഇവിടെ ഖുതുബയിലും പറഞ്ഞു. ആ ഖുതുബ മുഴുവൻ ഇരുന്ന് കേട്ടു. എന്താണ് അതിൽ പറയുന്നത്? അതിൽ പറയുന്നത് ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് ഒരാഴ്ചയിൽ പറഞ്ഞു. അടുത്ത ആഴ്ച പറയാണ് ഹദീസ് സഹീഹ് അല്ല. ഒരാഴ്ചൻ്റെ ഗ്യാപ്പിൽ ഹദീസ് സഹീഹ് ലഈഫ്. ഒരാഴ്ച കൊണ്ട് ഹദീസൊക്കെ സഹീഹാണ്, തൊട്ടടുത്ത ആഴ്ച പറയാം ഹദീസ് സഹീഹ് അല്ല. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? ഞാൻ ഒരൊറ്റ ഇബാറത്ത് മാത്രം വായിക്കാൻ സമയമില്ലല്ലോ. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അൻ ഹാദൽ ഹദീസ് സാബിതുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്. ഹദീസ് അറിയുന്ന സകലമാന പണ്ഡിതന്മാരും ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സാബിത്ത്, ഇത് സ്ഥിരപ്പെട്ടതാണ്, ഇതിനൊരു തകരാറുമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ലാ യഖ്തലിഫൂന ഫീ സുഹ്ഹതിഹി, ഈ ഹദീസ് സ്വഹീഹാണെന്ന കാര്യത്തിൽ അവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. വഖദ് ഇത്തഫഖത അസ്ഹാബുസ് സ്വഹീഹൈൻ, സ്വഹീഹൈനിന്റെ ആളുകൾ അഥവാ ബുഖാരി മുസ്ലിമും അവർ ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് സ്വഹീഹാണെന്ന്. വലം യതകല്ലം ഫീഹി, ഇനി ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലം യതകല്ലം ഫീഹി അഹദും മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ, ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാൾ പോലും ഈ ഹദീസ് സ്വഹീഹല്ലെന്നതിന് ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കലിമ വാഹിദ, ഒരൊറ്റ വാക്ക് പോലും ഇതിനെതിരെ ഒരൊറ്റ ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഏകകണ്ഠമായി ഇത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. ഇതിപ്പോൾ നമ്മൾ ഉദ്ധരിച്ചത് ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ അതിന് നൽകിയ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, അതേപോലെ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ. ഇതൊന്നും പോരെങ്കിൽ നമുക്ക് ഇവരുടെ കയ്യിൽ ഇപ്പോഴുള്ള ഫുർഖാനുള്ള അലീം വായിച്ചു കൊടുക്കാം. ഷബാബിൽ എന്താ നിങ്ങൾ? ഷബാബിൽ ഇതൊക്കെ നമ്മൾ ഭിന്നിച്ച ശേഷം എഴുതിയതാണ്. ഭിന്നിപ്പിന് ശേഷം എന്നാൽ ഭിന്നിച്ച ശേഷമെങ്കിലും ഇത് കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം എഴുതിയതാണ് വായിക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യഥാർത്ഥ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. 5763, 5766 അത് ഈ നമ്പർ അടക്കം കൊടുത്തിട്ട് പറയാൻ
അങ്ങനെ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. 2004 ഷബാബ് മെയ് 2004 മെയ്യിൽ ഇറങ്ങിയ ഷബാബിലാണുള്ളത്. മെയ് 28 പേജ് 6. എന്നിട്ട് പറയാം, ചെറിയ മുണ്ടൻ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ എന്താ പറഞ്ഞത്? ഹദീസ് സഹീഹ് അല്ലെങ്കിൽ വിശ്വസ്തരായ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് എന്ന് പറയോ? അപ്പൊ ചെറിയ മുണ്ട മനസ്സിലാക്കിയത് എന്താ? ഹദീസ് വിശ്വസ്തരായ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് എന്നാണ്. ഇതിന് റാവിയെ കുറിച്ചൊരു ചർച്ചയുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ വിശ്വസ്തരായ ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന ഹദീസ്, ആ ഹദീസിലൂടെ അതിന് പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹ്റു സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽ ആരും ഒരൊറ്റ കുട്ടിയും ആക്ഷേപ വിധേയരല്ല. ഒരാളെ പറ്റിയും ഒരാൾക്കും ഒരാക്ഷേപമില്ല എന്ന് ഷബാബിൽ പറയുന്നു. അവിടുത്തെ എന്നിട്ട് പിന്നെ പറയാം, ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് തള്ളിക്കറയരുത്, അത് ദോഷം ചെയ്യും എന്ന് ചെറിയ മുണ്ടും പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണ്, അത് ചെറുതായി കാണേണ്ട വിഷയമല്ല എന്ന് 2005 ജനുവരിയിലെ ഷബാബിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ഖുർആനിന് തെളിവ് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, പണ്ഡിതന്മാരുടെ വാചകങ്ങൾ പറഞ്ഞു. ഒരൊറ്റ ഹദീസ് പണ്ഡിതനും ഇതിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞാൽ എന്ത് പറയുന്ന നിങ്ങൾ? അതിൻ്റെ റിപ്പോർട്ടിൽ ഹിഷാം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ഹിഷാം അൻ നബീഹി, ഹിഷാം അൻ ഉർവ, അഥവാ ഹിഷാമിൻ്റെ വാപ്പയാണ് ഉർവ. അതാണ് ഹദീദിൻ്റെ സനദിലുള്ള ഒരാൾ. ഈ ഹിഷാം അദ്ദേഹം വിശ്വാസയോഗ്യനല്ല, അയാൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത്. ചെറിയ മുണ്ടത്തിനാ വാതിൽ. അദ്ദേഹം പറഞ്ഞെന്താ? ഇതിൻ്റെ പരമ്പരയിൽ ആക്ഷേപാർഹരായ ഒരാളുമില്ല എന്നാണ് ചെറിയ മുണ്ടൻ പറയുന്നത്. ഇവർ പറയുന്നത് ഇത് ഹദീസിൻ്റെ പരമ്പരയിൽ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആക്ഷേപാർഹനാണ് എന്നാണ്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹിഷാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, നോക്കൂ, ഖാലൽ ഹാഫിദു ദഹബി ഫീ മീസാനിൽ ഇഅ്തിദാൽ. മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന ഇത്തരം റാവികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പുസ്തകത്തിൽ ഹാഫിദു ദഹബി റഹിമഹുല്ല പറയാൻ, ഹിഷാം ബിൻ ഉർവ എന്ന വ്യക്തി അഹദുൽ അഅ്ലാം, പ്രതിഭകളിൽ ഒരാളാണ്, ഒരു പ്രതിഭയാണ് അദ്ദേഹം. ഹുജ്ജ, തെളിവ് പിടിക്കാൻ പറ്റിയ ആളാണ്, ഹുജ്ജത്താണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ നമുക്ക് തെളിവ് പിടിക്കാൻ പറ്റും. ഇമാം, അദ്ദേഹം ഇമാമാണ്, നമുക്ക് പിന്തുടരപ്പെടാൻ പറ്റിയ ആളാണ്, അതാണല്ലോ ഇമാം എന്ന്. പക്ഷേ ലാക്കിൻ ഫിൽ കിബരി തനാകസ ഇഫ്ലുഹു, പ്രായാധിക്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൽ, മനപ്പാടത്തിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഇത് പ്രായാധിക്യമാകുന്നതിന് മുമ്പ് ഉദ്ധരിച്ചതാണ്. അപ്പം അതിൻ്റെ പരമ്പരയിൽ ഉള്ള ആളെ സംബന്ധിച്ച് യാതൊരു തകരാറും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ്. പിന്നെ പറയുന്നത്, ഇത് ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന വ്യക്തിയാണ് നബിക്ക് സിഹ്ർ ചെയ്തതായി പറയുന്നത്. നമ്മുടെ ആളുകൾ പറയുന്നത്, ഇവർ പറയുന്നത് ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരാളെന്നല്ല. നോക്കൂ നിങ്ങൾ പെടുന്ന പാട്, ഒരു ഹദീസ് നിഷേധിക്കാൻ പറയുന്ന കളവ് നോക്കൂ നിങ്ങൾ. ലബീദ് ബിൻ അഅ്സം തന്നെ ഒരു വ്യക്തി തന്നെ ലോകത്ത് അങ്ങനെ ഒരാളെന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥമാണ് ബിദായ വ നിഹായ എന്ന് പറയുന്ന ഇബ്നു കസീർ റഹിമഹുല്ലയുടെ പുസ്തകം.
ആ പുസ്തകത്തിൽ ലബീദ് ബിൻ അസ്സമിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അൽ കാമിൽ എന്ന് പറയുന്ന ഇബ്നു അസീറിന്റെ ചരിത്രഗ്രന്ഥിയുണ്ട്. അതിൽ ലബീദിനെ കുറിച്ച് പരാമർശമുണ്ട്. ലബീദിന് പെങ്ങളുണ്ടായിരുന്നു, അമ്മാവന്മാരുണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു എന്നൊക്കെ വേറെ ഗ്രന്ഥത്തിനും കാണാം. അപ്പൊ അതിനൊക്കെ അർത്ഥം ലബീദ് എന്ന വ്യക്തി ഇല്ലാന്നാ? ലബീദ് ആസിം എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാന്നാണ് അതിനർത്ഥം? അല്ല, ഇതിലൊന്നും ഒരു തർക്കവുമില്ല. അവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച ആളുകൾ തന്നെയാണവർ എന്ന് ചരിത്രകൃതികളിൽ നമുക്ക് കിട്ടും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മറ്റൊന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട കിണർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കിണർ തന്നെ ചരിത്രത്തിലില്ല. അങ്ങനെ കിണറില്ലാതെ ഇതാണ് മറ്റൊരു ആരോപണം. ഇതിലെ രസം എന്താ നിങ്ങൾ, കൂടുതൽ വിവരമുള്ള ആള്, അവരുടെ കൂട്ടത്തിൽ കൂടുതൽ വിവരമുള്ള ആള് പറയുമ്പോൾ വൈരുദ്ധ്യം കുറവാണ്. ഇപ്പൊ സലാം സുലൈമി പറയുമ്പോൾ 6 വൈരുദ്ധ്യമുള്ളൂ. അദ്ദേഹത്തെ അത്രയൊന്നും വിവരമില്ലാത്ത ആൾ പറയുമ്പോൾ വൈരുദ്ധ്യം കൂടുകയാണ്, 9 വൈരുദ്ധ്യമുണ്ട്. അതിന് താഴെ നിൽക്കുന്ന ആൾക്ക് ഇതിൽ എത്ര വൈരുദ്ധ്യമാണെന്ന് കണക്കാക്കാൻ കഴിയണില്ല, ഒരുപാടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കോലം. എന്നാൽ ഇങ്ങനെ ഒരു കിണറില്ല എന്നാണല്ലോ അവർ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഹദീസുകളിൽ വന്ന പദത്തിന് അർത്ഥം പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്. ഞാൻ നേരത്തെ ഖുറാനിൽ വന്ന പദത്തിന് അർത്ഥം പറയുന്ന ഡിക്ഷണറി ഉള്ളതുപോലെ തന്നെ ഹദീസിൽ വന്ന പദങ്ങൾക്ക് അർത്ഥം പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്. അന്നിഹായ എന്ന് പറയുന്ന ഇബ്നു അസീറിന്റെ കൃതിയാണ്. ആ കൃതിയിൽ പറയുന്നത്, ഈ കിണറിനെ സംബന്ധിച്ച് പറയുന്നത്, വഹിയ ബിഇറുൻ ലിബനി സുറൈഖ് ബിൽ മദീന, ഈ കിണർ ബനൂ സുറൈഖ് ഗോത്രക്കാരുടെ മദീനയിൽ ഉണ്ടായിരുന്ന കിണറാണ്. അപ്പൊ അങ്ങനെ ഒരു കിണറുണ്ട്. ആ കിണർ ആരുടേതാണ്? ബനൂ സുറൈഖുകാരുടേതാണ്. എവിടെയാണ് ആ കിണറുള്ളത്? മദീനയിലാണ്. ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും ഇവർ പറയും അങ്ങനെ ഒരു കിണറേ ഇല്ല, അങ്ങനെ ഒരു കിണർ തന്നെ ഇല്ല. അവസാനമായി ഇത് ഒരുപാട് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അവസാനമായി ഇവർ സാധാരണഗതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താ? ഹദീസിൽ വൈരുദ്ധ്യമുണ്ട്, ഹദീസ് മുൽത്തരിബാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. എങ്ങനെ മുൽത്തരിബാന്നൊന്നും ആരും വേണ്ടില്ല. ഇവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ പല ഹദീസുകളെയും നിരൂപണം നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇമാം ദാറഖുത്നി റഹിമഹുല്ല. ഇമാം ദാറഖുത്നി റഹിമഹുല്ല പോലും ഈ ഹദീസിനെ നിരൂപണം നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഹദീസ് സഹിയാണെന്ന് നിൽക്കാൻ അദ്ദേഹം അംഗീകരിക്കാൻ ചെയ്തിട്ടുള്ളത്. ബുഖാരിയിലുള്ള ഒരുപാട് ഹദീസുകൾക്ക് നിരൂപണം നടത്തിയിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ് ദാറഖുത്നി റഹിമഹുല്ല. അദ്ദേഹം ഈ ഹദീസിനെ നിരൂപണം നടത്തിയിട്ടില്ല. അതിലൊരു തർക്കവും അദ്ദേഹത്തിനില്ല. അത് സ്വീകാര്യമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കാഴ്ചപ്പാട്. ഇത് തന്നെയാണ് ശരിയും. അതുകൊണ്ട് ഇവർ പറയും ഇത് മുൽത്തരിബാണ്. എങ്ങനെ മുൽത്തരിബ്? ഈ ഹദീസിന്റെ ഒരു പരമ്പരയിൽ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിക്ക് സിഹിർ ചെയ്ത വസ്തുക്കളെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു എന്നൊരു റിപ്പോർട്ടിൽ സിഹിർ ചെയ്തിട്ടുള്ള ഈ വസ്തുക്കളെ പുറത്തെടുത്തു എന്നൊരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഉള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്ത് എടുത്തില്ല. എടുത്തു എന്ന് പറയുന്നതും എടുത്തില്ല എന്ന് പറയുമ്പോഴും വൈരുദ്ധ്യം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഹദീസ് വൈരുദ്ധ്യമാണ്, സ്വീകരിക്കാൻ പറ്റില്ല, മുൽത്തരിബാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു മുൽത്തരിബ് ഇവരല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നോ, ഞാൻ അതിൻ്റെ അറബി പദങ്ങൾ വായിക്കുന്നില്ല, സമയമില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലക്ക് പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, ബദാഇഉ തഫ്സീർ എന്നാണ് അതിൻ്റെ പേര്. ആ തഫ്സീറിൽ പറയുന്നത്, ഇവിടെ പുറത്തെടുത്തു എന്ന് പറയുന്നതും പുറത്തെടുത്തില്ല എന്ന് പറയുന്നതും അത് രണ്ടും രണ്ട് സംഭവത്തെക്കുറിച്ചാണ്. രണ്ടും ഒരേ സംഭവമല്ല. രണ്ടും ഒരേ സംഭവമാകുമ്പോഴാണ് വൈരുദ്ധ്യം വരുന്നത്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് പുറത്തെടുത്തു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിനടുത്ത് പോയി സഹാബികളെയും കൂട്ടി പോയിട്ട് നബിക്ക് ചെയ്ത സിഹിർ പുറത്തെടുത്തിട്ട് അത് നോക്കിയിട്ട് ആ കിണർ മൂടി എന്നാണ്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? പുറത്തെടുത്തില്ല എന്ന് പറയുന്നത്, ഈ സിഹിർ ചെയ്ത ഈ വസ്തുക്കളൊക്കെ ഞാൻ എടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് ജനങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാണ് വിചാരിച്ചു. അപ്പൊ ആദ്യം പുറത്തെടുത്തില്ല എന്ന് പറയുന്നത് ആളുകൾക്ക് മുമ്പിൽ പുറത്തെടുത്തില്ല എന്നാണ്, ആളുകൾക്ക് മുമ്പിൽ അത് കാണിച്ചു കൊടുത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടാമത് പുറത്തെടുത്തു എന്ന് പറയുന്നത് കിണറ്റുന്നത് പുറത്തെടുത്തിട്ട് നോക്കിയിട്ട് കിണർ മൂടി. രണ്ടും രണ്ടാണ്.
മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതല്ലാതെ അത് ഒരിക്കലും വൈരുദ്ധ്യമല്ല, മുൽത്തരിബല്ല, സ്വീകരിക്കാൻ പറ്റാത്ത ഗണത്തിൽപ്പെട്ടതല്ല. അതെല്ലാ ആളുകളും എല്ലാ പണ്ഡിതന്മാരും സ്വീകരിക്കുന്നതാണ്. പിന്നെ പറയുന്നത് ഇത് ആയിഷാ ബീവിക്ക് തോന്നിയതാണ്, നബി പറഞ്ഞിട്ടില്ലല്ലോ. ആയിഷാ ബീവിക്ക് തോന്നിയതാണ്. ആയിഷാ ബീവിക്ക് തോന്നിയതാ അല്ലേ? ഹദീസിൽ എന്താ ഉള്ളത്? ആയിഷാ ബീവിയോട് നബി ചോദിക്കാൻ, ആയിഷ, ഞാൻ അള്ളാഹുവിനോട് ഒരു വിഷയത്തിൽ മതവിധി ചോദിച്ചിട്ടുണ്ട്, അതിൽ മതവിധി വന്നതായി നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നബിക്കറിയാന്നർത്ഥം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിക്ക് ഇത് ബാധിച്ചിട്ടില്ല. അത് ശാരീരികമായ ഒരു രോഗം മാത്രമാണ്, ബുദ്ധിയെ ബാധിച്ചിട്ടില്ല. പ്രവാചകത്വം എന്ന പദവിയെ ബാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്ഷയം ഉണ്ടായതുപോലെ, നബിക്ക് പനി ഉണ്ടായതുപോലെ, നബിയുടെ തലക്ക് ഏറ് കിട്ടിയപ്പോൾ മുറിവുണ്ടായതുപോലെ ശാരീരികമായൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നേ അതിനർത്ഥമുള്ളൂ. പിന്നെ ഇവിടെ വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതെന്താ? വല്ലാഹു യഅസിമുക മിനന്നാസ്, താങ്കളെ അല്ലാഹു തആല ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു മുഹമ്മദ് നബിക്ക് സംരക്ഷണം കൊടുത്തുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് സിഹർ ബാധിക്കുന്നത് എന്നാണ്. പോകട്ടെ, ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം, അല്ലാഹു മുഹമ്മദ് നബിക്ക് സംരക്ഷണം നൽകി എന്ന് പറഞ്ഞ ആ മുഹമ്മദ് നബിയല്ലേ ഉഹദിൽ ചതിക്കുയിൽ വീണത്? സംരക്ഷണം കൊടുത്തില്ലേ? അപ്പൊ സംരക്ഷണം കൊടുത്തില്ല. ഖൈബറിൽ വെച്ചല്ലേ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം പുരട്ടിയ ഭക്ഷണം കൊടുത്തത്? അപ്പൊ നബിക്ക് സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്ന ആയത്തും ഇതും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് യോജിപ്പിക്കുക? വലിയൊരു തട്ടിപ്പ്, ഹിമാലയൻ തട്ടിപ്പ്. എന്താണെന്ന് അറിയങ്ങള്? ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹു തആല അവതരിപ്പിച്ചതാണെന്നാ പറഞ്ഞത്. ഒരിക്കലും ശരിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിധത്തിലുള്ള ഒരു ഉപദ്രവവും വരുത്താൻ, നബിയെ കൊല്ലാൻ, നബിയെ ബന്ധിതനാക്കാൻ ഒന്നും അവർക്ക് സാധ്യമല്ല എന്നാണ് ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് സംക്ഷിപ്തമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ്. ഇതിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഇത് ഖബർ ആഹാദാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ ഖബർ ആഹാദ് പോരാ, മുത്തവാത്തിർ വേണം. അങ്ങനെയുള്ളൊരു വശം കൂടെ ഇതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമയത്തിൻ്റെ പരിമിതി കാരണം തൽക്കാലം ഞാൻ വിരമിക്കുന്നു. മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.